ഓപ്പറേഷൻ സിന്ദൂരിൽ പരിക്കേറ്റ കൊടും ഭീകരന് ദാരുണാന്ത്യം. ഓപ്പറേഷൻ സിന്ദൂരിൽ പരിക്കേറ്റ് ലഷ്കർ ഭീകരൻ അസീസ് മരിച്ചതായി വിവരങ്ങൾ. ഇതോടെ ലഷ്കറിന്റെ നട്ടെല്ല് തകർന്നിരിക്കുകയാണ്. ലഷ്കർ എ തോയ്ബയുടെ പഴയതും വിശ്വസ്തനുമായ അംഗമായിരുന്നു അബ്ദുൾ അസീസ് എന്ന മരിച്ച ഭീകരൻ. ഇയാൾ ഒരു തീവ്രവാദി മാത്രമായിരുന്നില്ല, എന്നാൽ സംഘടനയുടെ പ്രധാന സാമ്പത്തിക ഓപ്പറേറ്ററും ഫണ്ട് ശേഖരണ ഏജന്റുമായിരുന്നു. പാകിസ്ഥാനികളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ അവിടെ സ്ഥിരതാമസമാക്കിയ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നും സംഭാവനകൾ ശേഖരിച്ച് ലഷ്കറിലേക്ക് അയച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിനുള്ള ലോജിസ്റ്റിക്, ആയുധങ്ങൾ, റിക്രൂട്ട്മെന്റ്, ഇതിന്റെ ഉത്തരവാദിത്വവും അസീസിനായിരുന്നു. ഇപ്പോൾ ഈ ഭീകരന്റെ മരണത്തോടെ ലഷ്കറിന്റെ നട്ടെല്ല് തകർന്നിരിക്കുകയാണ്. 2001 ഇന്ത്യൻ പാർലമെന്റിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിലും 26/11 മുംബൈ ആക്രമണത്തിലും പ്രധാന പങ്ക് വഹിച്ച ലഷ്കറിന്റെ ഭീകരൻ അബ്ദുൾ അസീസ് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി മെയ് 6-7 രാത്രിയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ അസീസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അബ്ദുൾ അസീസ് വേദന അനുഭവിക്കുന്നതും മരണശേഷം ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ മറ്റ് ലഷ്കർ ഭീകരർ കണ്ണുനീർ പൊഴിക്കുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഓസിന്റ് ടിവിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ലഷ്കറിന്റെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി, അബ്ദുൾ റൌഫ്, സംഘടനയിലെ മറ്റ് പ്രധാന അംഗങ്ങൾ എന്നിവർ ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ കണ്ണുനീർ പൊഴിക്കുന്നത് കാണാം. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ ഉപവിഭാഗമായാണ് TRF അറിയപ്പെടുന്നത്. ലഷ്കർ എ തോയ്ബ നടത്തിയ 2008 മുംബൈ ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്ക് നേരെ ഉണ്ടായ ഏറ്റവും മാരകമായ ഭീകര ആക്രമണമായാണ് US ഉദ്യോഗസ്ഥർ പഹൽഗാം ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. കശ്മീർ റെസിസ്റ്റൻസ് എന്ന പേരിലും TRF നേരത്തെ പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു എങ്കിലും ദിവസങ്ങൾക്ക് ശേഷം സംഘടന തങ്ങളുടെ പ്രസ്താവന പിൻവലിച്ചു. ആക്രമണത്തിൽ പങ്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ പിന്തുണയിൽ തഴച്ചു വളരുന്നത് നിരവധി സായുധ ഭീകര സംഘടനകളാണ്. ഇതിനെല്ലാം വളരാൻ അന്തരീക്ഷം ഒരുക്കുന്നതും അവയ്ക്ക് സാമ്പത്തിക മടക്കം നൽകുന്നതും പാകിസ്ഥാനാണ്. ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തി ഭീകര ആക്രമണത്തിന് പാക് സൈന്യം എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ഇതിനെതിരെ പലതവണ ഇന്ത്യ താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാകിസ്ഥാൻ ചെവിക്കൊണ്ടിട്ടില്ല. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതോടെ 2019 ഉയർന്നു വന്ന ഭീകര സംഘടന പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇവരായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമുള്ള ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ നിഴൽ പറ്റി വളർന്നവരായിരുന്നു TRF. മറ്റു വിമത ഗ്രൂപ്പുകളിൽ നിന്ന് ഉള്ളവരടക്കം ഈ സംഘടനയിലുണ്ട്. സംഘത്തിന്റെ കമാൻഡർ ഷെയ്ഖ് സജാദ് ഗുളിനെ ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിക്കുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. ലഷ്കർ എ തോയ്ബ ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിന്റെ മോചനം ആവശ്യപ്പെടുന്ന ഭീകര സംഘടന 1990 കൊടും ഭീകരൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദ് സ്ഥാപിച്ചു. 2008 മുംബൈ ഭീകര ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തോയ്ബയാണ്. 2001 ഇന്ത്യൻ പാർലമെന്റിന് നേരെ നടന്ന ആക്രമണത്തിലും 2006 മുംബൈയിലെ യാത്രാ ട്രെയിനുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇവർക്ക് പങ്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം മുരുക്കയിലെ ലഷ്കറുടെ മർക്കസ് തോയ്ബ ക്യാമ്പ് തകർത്തിരുന്നു. ജെയ്ഷെ മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000 രൂപീകരിക്കപ്പെട്ട ഭീകര സംഘടനയാണ്. 1999 ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിതനായ മസൂദ് അസറാണ് ഇതിന്റെ സ്ഥാപകൻ. 2019 മെയ് 1 UN രക്ഷാസമിതി ആഗോള ഭീകരനായി ഇയാളെ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ഭീകരരെ ഇന്ത്യ വധിച്ചിരുന്നു. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2014 പത്താൻകോട്ട്, 2019 പുൽവാമ തുടങ്ങിയ ഒട്ടേറെ ഭീകര ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ്. അസറിനെ 2 തവണ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തുവെങ്കിലും വിട്ടയച്ചിരുന്നു. ഹിസ്ബുൾ മുജാഹിദീൻ 1989 കശ്മീരി വിഘടനവാദി നേതാവ് മുഹമ്മദ് അസാർദാർ രൂപീകരിച്ച സംഘടനയാണ്. ഇന്ത്യൻ സർക്കാരിനെതിരെ 88 കശ്മീരിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് വളർന്നു വന്ന സംഘടനയാണ്. കശ്മീരിലെ ഏറ്റവും വലിയ തദ്ദേശീയ വിമത ഗ്രൂപ്പാണ്. ഇവരെല്ലാം പാകിസ്ഥാന്റെ നിഴലിൽ തഴച്ചു വളരുന്ന സംഘടനകളാണ്. ഈ സംഘടനകളിലെ നിരവധി നേതാക്കന്മാർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പരിക്കേറ്റ് ഇപ്പോഴും പലരും ആശുപത്രികളിലും മറ്റും കഴിയുന്നുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ ആശുപത്രിയിൽ മരണമടഞ്ഞ അബ്ദുൾ അസീസ്. എന്തൊക്കെയായാലും ശരി, ലഷ്കർ ഇ തോയ്ബയുടെ വിനാശം അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയെ ഇല്ലാതാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് കടുത്ത പരിശ്രമങ്ങൾ ഉണ്ടായി എങ്കിലും അതിൽ ഒരളവ് വരെ ഇന്ത്യ വിജയിച്ചു എങ്കിലും ഇവരെല്ലാവരും വീണ്ടും മറ്റൊരു പേരിൽ അല്ലെങ്കിൽ ഒളിഞ്ഞും പാത്തും വീണ്ടും മറ്റുള്ള സംഘടനകളുടെ നിഴൽ പറ്റിയും ഒക്കെ വീണ്ടും വളർന്നു വരും എന്നുള്ള കാര്യം തന്നെയാണ് ആശങ്ക ഉളവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പൂർണ്ണമായും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുക എന്നത് തന്നെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.